രുചിയൂറും രസക്കൂട്ടുകൾ സമ്മാനിച്ച് മൂവാറ്റുപുഴയിൽ വെൽവെറ്റ് ഫ്രോസ്റ്റ്. വെൽവെറ്റ് ഫ്രോസ്റ്റ് ചാലിക്കടവ് ബൈപ്പാസ് റോഡ്, KM ആർക്കേഡ്, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയുടെ നഗരവികസനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലോ. DPR തയ്യാറാക്കിയത് മൂവാറ്റുപുഴ എന്തെന്ന് പോലും അറിയാത്ത ഉദ്യോഗസ്ഥരോ. ജനപക്ഷത്തു നിന്ന് മൂവാറ്റുപുഴ TV. മൂവാറ്റുപുഴയിലെ ജനങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമാണ് നഗരവികസനം എന്നത്. നിരവധിയായ സമര പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. വെള്ളൂർക്കുന്നം മുതൽ PO ജംഗ്ഷൻ വരെ കോടികൾ മുടക്കി സ്ഥലം ഏറ്റെടുത്ത് 12 മീറ്റർ വീതിയുണ്ടായിരുന്ന റോഡ് 20 മീറ്റർ വീതി കൂട്ടിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് 2023 ജൂണിൽ ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ ഡിസംബർ അവസാനമായിട്ടും റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങുമെത്താത്ത നിലയിൽ തന്നെ തുടരുകയാണ്. മൂവാറ്റുപുഴ നിവാസികളുടെ 20 വർഷമായിട്ടുള്ള നഗരവികസന സ്വപ്നങ്ങളാണ് ഇന്നിവിടെ ഈ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇനി നമ്മളുടെ ആരുടെയും കാലഘട്ടത്തിൽ ഒരു നഗരവികസനം ഈ നഗരത്തിലുണ്ടാവില്ല. ഏകദേശം 15 വർഷത്തോളം നീണ്ടുവന്ന ഭൂമി ഏറ്റെടുക്കൽ നടപടികളോട് കൂടി ചേർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് 70 കോടി രൂപയോളം മുടക്കിയിട്ടാണ് ഇന്ന് ഈ നഗരവികസനം ഇവിടെ സർക്കാർ വിഭാവനം ചെയ്യുന്നത്. പക്ഷേ ഈ നഗരവികസനം ചില ഉദ്യോഗസ്ഥന്മാരുടെ യാതൊരു വിധത്തിലുള്ള പ്ലാനിങ്ങും ഇല്ലാത്ത നടപടികൾ മൂലം തുഗ്ലക്കൻ മോഡലിലേക്ക് മാറി എന്നുള്ള ഏറ്റവും വലിയ ആത്മസങ്കടം ഞങ്ങളുടെ പങ്കുവയ്ക്കുകയാണ്. 20 വർഷങ്ങളായുള്ള നഗരവികസന സ്വപ്നമാണ് അട്ടിമറിക്കപ്പെട്ടത്. ബഹുജന പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ കോടികൾ മുടക്കി ചില കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ലാതെ പ്രയോജനപ്പെടുത്തേണ്ട സ്ഥലങ്ങളെ പ്രയോജനപ്പെടുത്തിയില്ല എന്നും മൂവാറ്റുപുഴ എന്തെന്ന് പോലും അറിയാത്ത ചില ഉദ്യോഗസ്ഥരെ കൊണ്ട് തുഗ്ലക്കൻ ഭരണപരിഷ്കാരങ്ങൾ നടത്തി DPR തയ്യാറാക്കി കേവലം പൊതുജനങ്ങളെ കഴുതകളാക്കുന്ന നടപടികളാണ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നതെന്നും അതിന് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ കൂട്ടുനിൽക്കുകയാണെന്നും പരക്കെ ആരോപണം ഉയർന്നിട്ടുണ്ട്. ബഹുജന പ്രക്ഷോഭങ്ങളിലൊക്കെ ഒടുവിൽ അതുപോലെ തന്നെ മൂവാറ്റുപുഴ ഡെവലപ്മെന്റ് അതോറിറ്റി പോലുള്ള സംഘടനകളുടെയൊക്കെ സമ്മർദ്ദം കൊണ്ടൊക്കെ ചില കാര്യങ്ങൾ നടത്തിയെന്നുള്ളതല്ലാതെ ഇപ്പം നിങ്ങൾക്ക് നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ അങ്ങോട്ട് നോക്കിയാൽ കാണാം, അവിടെ നോക്കിയാൽ കാണാം, അങ്ങോട്ട് നോക്കിയുള്ളൂ. അത് കൃത്യമായ രീതിയിലുള്ള പുറമ്പോക്കാണ്. അതുപോലെ തന്നെ ഈ നഗരത്തിലെ നഗരവികസനത്തിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന അനവധി ലാൻഡുകൾ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം. ഈ ലാൻഡുകളൊന്നും ഈ നഗരവികസനത്തിന് ഉപയോഗിക്കാതെ അതിപ്പോഴും അത് മാറ്റിയിടുകയും ഭാവിയിൽ അത് കയ്യേറ്റക്കാർക്ക് കയ്യേറാനുള്ള അവസരം ചെയ്തു കൊടുക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാരാണ് ഉത്തരവാദികൾ? ഈ ഉത്തരവാദികൾക്കെതിരെ കൃത്യവും ശക്തവുമായിട്ടുള്ള നിലപാടുകളെടുത്തില്ലെങ്കിൽ പൊതുഖജനാവിന്റെ നഷ്ടം ആര് നികത്തും? അവശ്യ സൗകര്യങ്ങളൊന്നുമില്ലാതെ കേവലം പ്രഹസനമായി നഗരവികസനം മാറിക്കഴിഞ്ഞു. ഒരു ബേസിക് കമ്മ്യൂണിറ്റീസോ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റീസോ ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം ടോയ്ലറ്റ് ഫെസിലിറ്റീസോ സ്ട്രീറ്റ് ലൈറ്റോ ഒരു പാർക്കിംഗ് ലോട്ടുകളോ ഈവൺ ഒരു ബസ് ബേ പോലും ഇല്ലാത്ത ഒരു നഗരവികസനമാണ് ഇന്നിവിടെ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ നഗരത്തെ മനസ്സിലാക്കാത്ത ആരോ ചില ആളുകൾ ഇതിന്റെ DPR തയ്യാറാക്കിയിരിക്കുന്നു. ആ DPR പ്രിപ്പറേഷൻ കൃത്യവും വ്യക്തവുമല്ല. അത് ഓരോ ദിവസം കഴിയുന്നവരും ഇതിന്റെ അലൈൻമെന്റിനകത്ത് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇങ്ങനെ ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്ന് അവസാനിക്കും? ഇപ്പോൾ പറയുന്നത് ഇലക്ട്രിക് KSEBയുടെ പോസ്റ്റുകൾ മാറ്റിയിടുന്നതിനായിട്ട് സ്ഥലമില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം മാറ്റിയിടുന്നതിനായിട്ട് കൃത്യമായ സ്ഥലങ്ങൾ കണ്ടെത്താതെ അത് ഇയർമാർക്ക് ചെയ്യാതെ ഒരു നഗരവികസനം സാധ്യമാവില്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലൊന്നും ഒരു മുന്നൊരുക്കങ്ങൾ നടത്താതെ ഒരു വർക്കുകൾ ചെയ്യാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ നഗരവികസനത്തിൽ ഒരു ജോലികൾ പോലും ചെയ്യുന്നില്ല. അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് നഗരവികസനത്തിന് വേണ്ടി ജോലികൾ ചെയ്യാനായിട്ട് സ്ഥലം കോൺട്രാക്ടർക്ക് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ നഗരവികസനത്തിന്റെ പേരിലുള്ള ഈ കാട്ടിക്കൂട്ടലുകൾ കാരണം വരും ദിവസങ്ങളിൽ ഗതാഗത തിരക്ക് മൂലം നഗരം നിശ്ചലമാകുന്ന സ്ഥിതിയാണ് കാണാൻ പോകുന്നതെന്ന് പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് OB അനീഷ് പറഞ്ഞു. ഒരു ദിവസം നാളെ മുതൽ ക്രിസ്മസിന്റെ അവധി ആരംഭിക്കുകയാണ്. ഏകദേശം ഒരു 30% വാഹനങ്ങൾ MC റോഡ് കടന്നു പോകുന്ന ഈ നഗരത്തിലേക്ക് വരും. പ്രതി മണിക്കൂറിൽ 6000 വാഹനങ്ങൾ കയറിപ്പോകുന്ന ഒരു സ്ഥലമാണ് MC റോഡ്. 30% കൂടി വാഹനങ്ങൾ കയറി പോകുമ്പോൾ എന്താണ് ഈ നഗരത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നഗരം നിശ്ചലാവസ്ഥയിലേക്ക് മാറും. ഇതിനാരാണ് ഇതിന് ഉത്തരവാദികൾ? ആ ഉത്തരവാദികൾ കൃത്യവും വ്യക്തവുമായ രീതിയിൽ അവരെ മാതൃകാപരമായ രീതിയിലുള്ള ശിക്ഷാ നടപടികൾ
അവർക്കെതിരെ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ സ്വപ്നം നഗരവാസികളുടെ ദീർഘകാലമായിട്ടുള്ള ഈ സ്വപ്നം അട്ടിമറിക്കപ്പെട്ട, ഇനി വളർന്നു വരുന്ന യുവജനതയുടെ ഒരു സ്വപ്നം അട്ടിമറിക്കപ്പെട്ട ഈ നഗരവികസനം എത്രയും പെട്ടെന്ന് ഏത് മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചാണെങ്കിലും, ഏതാ മാർഗ്ഗം എന്ന് ഞങ്ങൾക്കറിയില്ല, ഏത് മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചാണെങ്കിലും അത് പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതിനിടയിൽ വ്യാഴാഴ്ച MLA മാത്യു കുഴൽനാടൻ വിളിച്ചു ചേർത്ത വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ വൈദ്യുതി പോസ്റ്റുകളും വാട്ടർ കണക്ഷനുകളും ഫിറ്റ് ചെയ്യുന്ന നടപടി വേഗത്തിലാക്കാൻ തീരുമാനമെടുത്തതായി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ TV. 3 ആറുകളുടെ സംഗമഭൂമിയിൽ രുചിയുടെ നിറക്കൂട്ടുകൾ സമ്മാനിച്ച് ചാലിക്കടവ് ബൈപ്പാസ് റോഡിൽ വെൽവെറ്റ് ഫ്രോസ്റ്റ്. നാവിന് രുചിയൂർന്ന ഹോട്ട് ആൻഡ് ക്രഞ്ചി ചിക്കൻ, കണ്ണൂർ കോക്ടെയിൽ, ബർഗർ, സാൻഡ്വിച്ചസ്, ഫലൂഡാസ്, വിവിധ ഫ്ലേവറുകളിൽ ഷേക്കുകൾ, വിവിധ പഴവർഗ്ഗങ്ങളുടെ ജ്യൂസുകൾ. കുടുംബത്തോടൊപ്പം വരൂ, സന്തുഷ്ടരായി മടങ്ങൂ. വെൽവെറ്റ് ഫ്രോസ്റ്റ്, ചാലിക്കടവ് ബൈപ്പാസ് റോഡ്, KM ആർക്കേഡ്, മൂവാറ്റുപുഴ.